ഹായ് കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബാംഗ്ലൂർ ഹെബ്ബാളിൽ നിന്നുള്ള ട്രാഫിക് കാഴ്ചകളാണ് കേട്ടോ. ഹെബ്ബാളിൽ നിന്നും റൈറ്റ് തിരിഞ്ഞ് നമ്മൾ ദൊഡ്ബള്ളാപുര എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ കണ്ടോ, റൈറ്റ് തിരിഞ്ഞ് കുറച്ചിങ്ങോട്ട് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ ട്രാഫിക്കൊക്കെ കുറഞ്ഞത് കണ്ടോ. ലെഫ്റ്റ് സൈഡിൽ നിങ്ങളിപ്പോൾ ഒരു കാർ ഷോറൂം കണ്ടല്ലോ, അത് ഫോറിൻ കാറുകളുടെ ഷോറൂമാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മുമ്പോട്ട് വന്ന് എന്തിനാണ് ഇങ്ങനെ ദൊഡ്ബള്ളാപുര പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൊഡ്ബള്ളാപുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രാമപ്രദേശമാണ്. അവിടെ പോയാൽ നമുക്ക് പലതരം തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കുട്ടികളൊക്കെ ചെറുതായിട്ടിരിക്കുമ്പോൾ ഒരു 10-15 വർഷം മുമ്പ് വരെ 2-3 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഈ തോട്ടങ്ങളിലേക്ക് വരുമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ അവിടെ തക്കാളി, മുന്തിരി, ഇങ്ങനെ സിറ്റിയിൽ നിന്ന് നമ്മളിങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ശാന്തതയാണ്. അതിനുവേണ്ടി തന്നെ റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വരുമായിരുന്നു കേട്ടോ. ഇവിടെ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഗ്രാമപ്രദേശങ്ങളായിരുന്നു, തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞാൻ തന്നെ അതിശയിച്ച് പോയി, ഇതെന്താ ഇപ്പോൾ ഇവിടെ പറ്റിയിരിക്കണേ. കാരണം വെച്ചാൽ അതുപോലത്തെ മാറ്റമാണ് 10-15 വർഷങ്ങൾ കൊണ്ട് ഈ ദൊഡ്ബള്ളാപുര ഈ റോഡ്, രാജൻ കൊണ്ട് ഈ റോഡുകൾക്കായിക്കോട്ടെ എല്ലാം സംഭവിച്ചിരിക്കുന്നത്. എല്ലാം വലിയ വലിയ കമ്പനിക്കാർ, അതായത് നമ്മുടെ ബ്രിഗേഡ് ആയിക്കോട്ടെ, അതുപോലെ പ്രസ്റ്റീജ് ഗ്രൂപ്പുകളായിക്കോട്ടെ, ഇവരൊക്കെ വന്ന് സ്ഥലങ്ങളൊക്കെ അന്നൊക്കെ ചീപ്പ് റേറ്റിന് വാങ്ങിച്ചിട്ടായിരിക്കും കേട്ടോ. റേറ്റിന് മേടിച്ചിട്ടിട്ട് വലിയ വലിയ അപ്പാർട്ട്മെൻറ്റുകളോ വില്ലകൾ എല്ലാം പണിത് ഗ്രാമത്തിൻ്റെ ആ ഒരു ഭംഗി, ഗ്രാമം എന്നുള്ളത് പട്ടണമാക്കി മാറ്റി എന്ന് വേണം ഇപ്പോൾ പറയാനായിട്ട്. ഇതൊക്കെ കണ്ട് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് കാടല്ല, ശരിക്കും പറഞ്ഞാൽ അവർക്ക് എപ്പോഴും തന്നെ പേരയ്ക്കാത്തോട്ടങ്ങൾ, മാവിൻ തോട്ടങ്ങൾ, സപ്പോട്ട തോട്ടങ്ങൾ, ഈ തോട്ടങ്ങൾ മാത്രമായിരുന്നു ഈ സൈഡ് വഴി ഉണ്ടായിരുന്നത്. ഉള്ളിലേക്ക് മാറി മാറി പച്ചക്കറികളുടെ കൃഷികൾ അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഇപ്പം അവരും അവരുടെ മക്കളെ പഠിപ്പിച്ചു, അവരും വലിയ വലിയ ഇതിലായപ്പോൾ അവർക്ക് ഇത്രയും സ്ഥലങ്ങളോ, അല്ലെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നത് 1-2 പേരോട് സംസാരിച്ചതിൻ്റെ ബേസിൽ അവർ പറഞ്ഞത് അവർക്ക് അത്രയും സ്ഥലങ്ങളൊന്നും ഇപ്പോൾ അത് കൃഷി ചെയ്യാനൊന്നും ആൾക്കാരില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന രാജൻകുണ്ട് കഴിഞ്ഞ് ദൊഡ്ബള്ളാപുര റൂട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഗ്രാമം എന്ന് പറയാനായിട്ടൊന്നുമില്ല, എല്ലാം വലിയ വലിയ കെട്ടിടങ്ങളും അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ഇങ്ങനെ ഗ്രാമപ്രദേശത്ത് പോകണം, ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, അപ്പോൾ അവിടെ കാണാനായിട്ട് നിനക്ക് ഗ്രാമക്കാഴ്ചകളൊന്നും കാണില്ല, എങ്കിലും അത്യാവശ്യമുള്ളത് നമുക്ക് കവർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഗ്രാമം തന്നെയാണ് കേട്ടോ. ഇതൊക്കെ BBMBA എന്ന് പറയുന്നത് ഇവിടെ സ്ഥലത്തിനൊക്കെ BBMB പ്രോപ്പർട്ടി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഖാത്ത അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഒരു 2 മണിയോട് കൂടി അടുത്തായിരുന്നു. ഞങ്ങൾക്ക് വിശന്നു. ഞങ്ങളൊരു ആന്ധ്ര ഹോട്ടലിൽ കയറി. ഇതാണ് ടേസ്റ്റ് ഓഫ് ആന്ധ്ര എന്നാണ്. നല്ല മീൽസായിരുന്നു. ഞങ്ങൾ ഒരു ആന്ധ്ര മീൽസ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഈ ദൊഡ്ബള്ളാപുരയ്ക്ക് ഇനി 10 കിലോമീറ്ററും കൂടി ഉണ്ട്. നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നത്, അതിശയം കണക്കാണ്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് ഈ ഒരു റൂട്ടിലേക്ക് വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ആ ഗ്രാമത്തിൻ്റെ ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴും ഉണ്ട് ഇങ്ങോട്ട് കെട്ടിടങ്ങളൊക്കെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറിയൊരു തോട്ടമാണ്. ആദ്യം കാണിക്കുന്നത് ഞാൻ നിങ്ങളെ റാഗിയാണ് കേട്ടോ കാണിക്കുന്നത്. കണ്ടോ, ഗ്രാമത്തിലെ CCTVകൾ എന്നൊക്കെ പറയുന്നത് ഈ ആൽത്തറയിൽ കുത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ. ഗ്രാമത്തിലെ ഓട്ടോ, ഇതാണ് നമ്മുടെ റാഗി. വിളയുന്നതിന് മുമ്പുള്ള റാഗിയാണ് കേട്ടോ. 2ാമത്തെ സ്റ്റേജാണിത് റാഗിയുടെ. ഇത് വിളഞ്ഞു കിടക്കുന്ന റാഗിയാണ് കേട്ടോ. ഇത് ഇവർ തന്നെ പറഞ്ഞു, ഇത് അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് വിളവെടുക്കാറായിട്ട് കിടക്കുന്നതാണത്. മുന്തിരിത്തോട്ടമുണ്ട്. അതുപോലെ ഇതാണ് അവരുടെ വെള്ളത്തിനുള്ള സോഴ്സുകളൊക്കെയാണ് കേട്ടോ. ഇത് വെള്ളമൊക്കെ അവർ ഇതിനകത്തു നിന്നൊക്കെ കുറേ പേര് പമ്പ് ചെയ്തൊക്കെ എടുക്കുന്നതൊക്കെ ഇതിനകത്തു നിന്നൊക്കെയാണ്. നല്ല വിളഞ്ഞു കിടക്കുന്ന മുന്തിരിത്തോട്ടം. ശരിക്കും പറഞ്ഞാൽ ഗ്രാമത്തിലെ ആൾക്കാർക്ക് എന്ത് സ്നേഹമാണെന്നറിയാമോ. നമ്മൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവർ നോ എന്ന് പറയാറില്ല. ഏതിനാന്ന് പിന്നെന്താ എടുത്തോളൂ എന്നേ പറയുള്ളൂ. ഇതിപ്പം വിളഞ്ഞതുകൊണ്ട് വിളയാത്തതുകൊണ്ട് കേട്ടോ, ഒരുമിച്ചാണ് ഇവരിത് വിളവെടുക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാം ഒരേപോലെ വരും എന്നാണ് ഇവർ പറയുന്നത്. അവിടെ നിന്ന് കുറച്ച് മുന്തിരിയൊക്കെ തന്നിരുന്നു കേട്ടോ നമുക്ക് കഴിക്കാൻ. ഇത് ആമ്പൽക്കുളമാണ്. ആമ്പൽക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ
ജമന്തിപ്പൂവാണ്. ജമന്തിപ്പൂവിൻ്റെ തോട്ടാണ് കേട്ടോ. ഏക്കർ കണക്കിനാണ് ഈ ജമന്തിപ്പൂ ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നത്. എന്താ സ്മെല്ലെന്നറിയോ നമ്മളടുത്ത് ചെന്ന് നിന്ന് കഴിയുമ്പോൾ. ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു ജമന്തി തോട്ടത്തിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോഴുള്ള. ശേഷം നമ്മൾ കണ്ടത് വേറൊരു ജമീന്ദാർ എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഉള്ളവരൊക്കെ കേട്ടോ. അവരുടെ ഗൗഡകൾ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് ഓരോരോ എന്താ പറയുക ജാതി പേര് അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള അറിവില്ല, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അവരുടെ തക്കാളിത്തോട്ടാണ് കേട്ടോ അത്. അതിനുശേഷം നമ്മളിങ്ങനെ എന്താ പറയുക ഗ്രാമത്തിൽ കൂടെ കുറേയും കൂടെ വണ്ടി ഓടിച്ചങ്ങ് പോയി. ഇനിയും ദൊഡ്ബള്ളാപുരയിലേക്ക് പോയിട്ടില്ല. ഇവിടം കൊണ്ട് ഞാൻ എൻ്റെ എന്താ പറയുക ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള തോട്ടങ്ങളും ബാക്കിയുള്ള ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് എൻ്റെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ആലിയാസ് വ്ലോഗ് ഇഷ്ടപ്പെടുന്നുണ്ടവർ സപ്പോർട്ട് തരണമേ. പിന്നെന്താ ഷെയർ ചെയ്യണം, ലൈക്കും കമൻസൊക്കെ തരണം കേട്ടോ. കണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണേ.